കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. മേടം രാശിയുടെ 2025 പുതുവർഷ ഫലമാണ് പറയാൻ പോകുന്നത്. മേടം രാശി എന്ന് പറയുന്നത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ 1-ാം പാദം ഇവ അടങ്ങിയതാണ് മേടം രാശി. മേടം രാശിക്ക് ഇപ്പോൾ പൊതുവെ നല്ല സമയമാണ്. അതുപോലെ തന്നെ 2025 തുടക്കത്തിലും ആ സമയം കുറച്ച് നാൾ, ഒരു മാർച്ച് വരെ നല്ല സമയം തന്നെയാണ്. വ്യാഴം 2-ലും ശനി 11-ലും ധനപരമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു, എന്നാൽ മെച്ചപ്പെട്ടൊരു സമയമാണ്, ഭേദപ്പെട്ട സമയമാണ്. പക്ഷേ 2025 മാർച്ച് 29 ശേഷം ശനി സ്ഥാനം മാറുകയാണ്. ശനി മാറുന്നത് 12-ലേക്കാണ്. അപ്പോൾ 7 ശനി തുടക്കമാവും. 7 ശനി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 7.5 വർഷത്തോളം നിലനിൽക്കും. അപ്പോൾ ഈ 7.5 വർഷത്തോളം കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടാൻ മനസ്സിനെ സജ്ജമാക്കിയിരിക്കുക. വ്യാഴം മെയ്യിൽ മാറുന്നുണ്ട്. അതും അത്ര നല്ല സ്ഥാനത്തേക്കല്ല. മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും എല്ലാ നിലയ്ക്കും പല തിരിച്ചടികളും നേരിടേണ്ട ഒരു സമയമാണ്. പക്ഷെ അതാലോചിച്ച് പേടിക്കേണ്ട. കാരണം ഈശ്വരന് നടത്താൻ പറ്റാത്ത ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈശ്വരഭജനം കൂട്ടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ദോഷാധിക്യങ്ങൾ കുറഞ്ഞ് നമുക്ക് ഭേദപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. ശനിയുടെ ദോഷങ്ങൾ മാറാൻ ഞാൻ എപ്പോഴും പറയുന്ന പോലെ 3 പ്രധാന വഴിപാടുകളാണുള്ളത്. ഒന്ന്, ശാസ്താവിന് 2 ശനിയാഴ്ച മാസത്തിൽ നീരാഞ്ജനം ചെയ്യുക. ശിവന് കൂവളമാല, ജലധാര, പിന്നെ മൃത്യുഞ്ജയ ഹോമം, അത് മാസത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി. മൃത്യുഞ്ജയ ഹോമം ചെയ്യുമ്പോൾ കിട്ടുന്ന നെയ്യുണ്ട് പ്രസാദമായിട്ട്, അത് നമുക്ക് സേവിക്കാം. അതൊക്കെ നമ്മൾ ഒരു പരിധി വരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തും. പിന്നെ ശനീശ്വര പൂജ നവഗ്രഹ ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരിക്കൽ കഴിക്കുന്നത് നല്ലതാണ്. ഇത്രയും വഴിപാടുകൾ ചെയ്യാം. പിന്നെ വിഷ്ണു പ്രീതിക്കായി, വ്യാഴത്തിൻ്റെ അനുഗ്രഹത്തിനായി വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക. അതിന് വിഷ്ണുവിനെ ഒരു തുളസിമാല അർച്ചിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം പൂജാമുറിയിൽ വിഷ്ണുവിൻ്റെ രൂപമുണ്ടെങ്കിൽ ഒരു തുളസിയുടെ മാല അല്ലെങ്കിൽ കുറച്ച് തുളസി അർപ്പിക്കുക. എന്നും പൂജ ചെയ്യുക, 2 നേരം പൂജ ചെയ്യുക. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോവുകയാണെങ്കിലും നമുക്ക് കുറച്ച് ശാന്തി ലഭിക്കുകയും ഭഗവാന്റെ ആ പോസിറ്റീവ് എനർജി നമ്മളിൽ നിറയുകയും, അപ്പോൾ ഈ ദോഷങ്ങളുടെ ആധിക്യം മാറുകയും നല്ല പോസിറ്റീവ് എനർജി വീണ്ടെടുക്കാൻ കഴിയുകയും ചെയ്യും. ഞാൻ എന്നും പറയാവുന്നതുപോലെ ഗുരുവായൂരപ്പന് മാറ്റാൻ കഴിയാത്ത ഒരു ദോഷവും നമുക്കില്ല. ഗുരുവായൂരപ്പന് മാറ്റാൻ പറ്റാത്ത ഒരു ദോഷവും നമുക്കില്ല എന്ന് പറഞ്ഞാൽ അത് അനുഭവത്തിൽ നമ്മൾ ഇത്ര ദുരിതങ്ങൾ വരുമ്പോൾ ഭഗവാനെ വിളിക്കുമ്പോൾ ഭഗവാന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴും വിളിക്കുമ്പോൾ ആ എനർജി നമ്മൾ ചുറ്റും പൊതിയും. ചില സമയത്ത് നമുക്ക് കഷ്ടകാലം വരുമ്പോൾ ഭഗവാനെ വിളിക്കണ്ട, ഭഗവാനല്ലേ ഇതൊക്കെ വരുത്തിയതെന്ന് തോന്നും. അത് നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള അവസരങ്ങളിൽ വീണ്ടും വീണ്ടും വിളിക്കുക, വീണ്ടും ഭഗവാനിലേക്ക് എടുക്കുക. ശരിക്കും ഈ കഷ്ടകാലം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഭഗവാനിൽ നിന്ന് അകന്നു തുടങ്ങും. പിന്നെ തിരിച്ചടി കിട്ടുമ്പോഴാണ് വീണ്ടും വരിക. അപ്പോൾ നമ്മൾ കഷ്ടകാലം തുടങ്ങുമ്പോൾ തന്നെ കഷ്ടകാലമാണോ എന്നറിഞ്ഞ് അപ്പോൾ തന്നെ ഭഗവാനെ വിളിക്കാം, ഭഗവാനെ വിളിച്ചു തുടങ്ങാം. അപ്പോൾ മേടരാശിക്ക് പറയുന്നത് മോശ സമയമാണ് വരാനിരിക്കുന്നത്. 2025 പകുതി മെയ് തുടങ്ങി. പക്ഷെ ഭഗവത് ഭജനത്തിലൂടെ മാറ്റാൻ പറ്റാത്ത ഒരു ദോഷകാലവും ആർക്കുമില്ല എന്നാലോചിച്ച് സുഖമായിരിക്കുക. അങ്ങനെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.